യെല്ലോ. അപ്പൊ ദാ ഈ കാണുന്ന നെയിൽസിനെ നമുക്ക് ഈ ഒരു രീതിയിലോട്ട് മാറ്റിയെടുത്താലോ? എനിക്കറിയാം വലുതായിട്ടൊന്നും ഇല്ല. പക്ഷെ അത് ആർട്ടിഫിഷ്യലാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ? മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വളരെ വ്യൂസ് കുറവായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഞാനതെടുത്ത് ഒന്നുകൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കും എനിക്ക് പനിയാണ്. അപ്പം ഞാനിത് പോസ്റ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് തീരെയും ഒച്ചയില്ലായിരുന്നു. എന്നാലും ആത്മാർത്ഥത മൂത്ത് ഇത് എഡിറ്റ് ചെയ്തതാണ്. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് എനിക്ക് തീരെ സൗണ്ട് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ കരുതി എന്നാ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യാന്ന്. അപ്പം ഈ നെയിൽസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ശരിക്കും നെയിൽസ് ചെയ്യുന്നതിനെക്കാട്ടിലും സമയം എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ട സംഭവം. ആ നെയിൽസിന്റെ മോൾഡ് കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മുടെ ഷേപ്പിന്, നമ്മുടെ നഖത്തിന് ഒത്തുവരുന്ന ഒരു മോൾഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ മോൾഡ് നിങ്ങൾക്ക് ഷേപ്പിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത സമയം കളയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് ഒരു 20 മിനിറ്റൊക്കെ 20 മിനിറ്റ് അല്ല, അത്ര നേരമൊക്കെ ക്യൂർ ചെയ്താൽ കൈ പൊള്ളിപ്പോകും. 20 സെക്കൻഡ് ക്യൂർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ആ അടിച്ച ബേസ് കോട്ട് ഉണങ്ങണം. ഒരു തിൻ ലെയറേ അടിക്കാവൂ. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ നെയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു ഇത്ര മിനിറ്റ് ക്യൂർ ചെയ്യുക. ഈ ടൈമൊക്കെ കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ChatGPT നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിത് ഔദ്യോഗികമായി പഠിച്ചിട്ടേ ഇല്ല. ഔദ്യോഗികമായിട്ടും അല്ല, അനൗദ്യോഗികവുമായി അല്ല, അനൗദ്യോഗിക എന്താ സംഭവം, അൺഒഫീഷ്യലിയും പഠിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ ഞാൻ ChatGPTയിൽ നോക്കിയുള്ള അറിവുകൾ വെച്ച് മാത്രം ചെയ്യുന്നതാണ്. നിങ്ങളും അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ. പിന്നെ നെയിൽസിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ ഞാനിത് അതായത് നെയിൽ പ്രിപ്പ് ചെയ്യുന്ന ടൈമിലൊന്നും ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. ക്യൂട്ടിക്കളൊന്നും പൊക്കോ അങ്ങനത്തെ സംഭവമൊന്നും ചെയ്തിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നെയിൽസിന് ആവശ്യമില്ലാത്ത ഡാമേജ് കൊടുക്കണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ സലൂണിൽ പോയി 10,000-2000 മുടക്കി നെയിൽസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ലാഭം ഇതേലൊരു സെറ്റ് വാങ്ങിച്ച് വല്ലപ്പോഴും ചെയ്യുന്നത് തന്നെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും.